നമസ്കാരം. നമ്മൾ ഈ ഗുരുവായൂരമ്പലത്തിൽ പോകുമ്പോഴേ ദേവിയുടെ നടയിൽ നിന്ന് നമ്മൾ തിരിഞ്ഞ് നിന്ന് തൊഴാറുണ്ട് അല്ലേ? അതവിടെ എഴുതി വെച്ചിട്ടുണ്ട്, മമ്മിയൂരോട്ടുള്ള ദർശനം നമുക്ക് സാധ്യമായി എന്നുള്ള ഒരു സംഭവമാണ് അവിടെ. പക്ഷേ പലർക്കും അറിയാത്ത കാര്യമാണ്, പലരും ചെയ്യാത്ത കാര്യവുമാണ്. അതായത് വളരെ കുറച്ച് ദൂരമേ ഉള്ളൂ, ഒരു 10 മിനിറ്റ് നടക്കാനുള്ള ദൂരമേ ഉള്ളൂ മമ്മിയൂർ ക്ഷേത്രത്തിലേക്ക്. ഗുരുവായൂരമ്പലത്തിൽ പോയാൽ മമ്മിയൂരമ്പലത്തിലും പോയി തൊഴണം എന്നാണ്. ശിവപാർവതി ക്ഷേത്രമാണ് അത്. ശരിക്കും പടിഞ്ഞാറേ നടയിൽ ഇറങ്ങിയിട്ട് നമ്മൾ വലത്തുവശത്തോട്ട് നേരെ നടന്നാൽ മതി മമ്മിയൂർ ചെല്ലാൻ വേണ്ടിയിട്ട്. അല്ലെങ്കിൽ ഇനി ഒട്ടും നടക്കാൻ പാടില്ല, ഒട്ടും എനിക്ക് പറ്റില്ല എന്നുള്ളവർക്ക് ഒരു മിനിമം ചാർജ് കൊടുത്താൽ ഓട്ടോറിക്ഷയ്ക്ക് നമ്മളവിടെ കൊണ്ടുവിടാവുന്നതേ ഉള്ളൂ. അപ്പം അതേപോലെ തന്നെ നമ്മുടെ റെയിൽവേ സ്റ്റേഷൻ അടുത്തൊരു പാർത്ഥസാരഥി ക്ഷേത്രമുണ്ട്, അവിടെയും കയറി തൊഴാവുന്നതൊക്കെയാണ്. അപ്പം അവിടെ കുറേ അമ്പലങ്ങളുടെ കൂട്ടമാണ് കേട്ടോ. അതുപോലെ ഒരു പൊട്ടിച്ചിരിക്ക അവിടെ, ഞാനവിടെ ഇതുവരെ പോയിട്ടില്ല, ഇനി പോകുമ്പോഴെങ്കിലും അവിടെ പോകണമെന്നുണ്ട്. അവിടെ പോയി ഇങ്ങനെ കൈ കൊട്ടിയിട്ടാണ് പോലും, പൊട്ടിച്ചിരിച്ചുകൊണ്ട് വേണമെന്ന് അവിടെ തൊഴാൻ വേണ്ടിയിട്ട്. അതിന് വരെ എല്ലാവരും അവിടെ ചെന്നിട്ട് കൈ കൊട്ടിയിട്ടാണ്. അത് കേട്ടിട്ടേ ഉള്ളൂ, ഞാനിതുവരെ പോയിട്ടില്ല. ഇനി പോകുമ്പോഴാട്ടെ ഞാൻ അതിൻ്റെ വീഡിയോ എടുത്തിടാം. അപ്പോൾ അങ്ങനെയൊക്കെയുള്ള സംഭവങ്ങളുണ്ട്. അപ്പോൾ ഇത് പറഞ്ഞത് വന്നത് ഞാൻ കഴിഞ്ഞ ദിവസം പറഞ്ഞിരുന്നു, ഈ പറഞ്ഞ പോലെ ഞാൻ മൂന്നാമത് എങ്ങനെയാണ് ക്യൂ നിൽക്കാതെ തൊഴുതത്. ക്യൂ എന്ന് വെച്ചാൽ ചെറിയൊരു ക്യൂ കേട്ടോ, ചെറിയൊരു ക്യൂ. നമ്മൾ ഈ പാസ്സുമായിട്ട് ചെല്ലുന്ന ആൾക്കാരുടെ ഒരു ചെറിയ ക്യൂ കാണും. അത് കഴിഞ്ഞ ദിവസം ഞാൻ പറഞ്ഞത് ഈ പറഞ്ഞ പോലെ അവിടുത്തെ ഏതെങ്കിലും ഉദ്യോഗസ്ഥരുടെ കോട്ടായി കയറാം. അതേപോലെ തന്നെ ഒരു MP അല്ലെങ്കിൽ MLA അല്ലെങ്കിലൊക്കെ അവരുടെയൊക്കെ കോട്ടായുണ്ട്. അതിനകത്ത് വേണമെങ്കിൽ നമുക്ക് അവരുടെ പാസ് കിട്ടാൻ സാധ്യതയുള്ളവരാണെങ്കിൽ അത് നമുക്ക് നോക്കാം. പിന്നെ ഉള്ളതെന്ന് പറഞ്ഞാൽ അവിടുത്തെ ഡയറക്റ്റ് ബോർഡ് മെമ്പേഴ്സിനെ ആരെങ്കിലുമൊക്കെ പരിചയമുള്ളവരൊക്കെ ഉണ്ടെങ്കിൽ അവരെ കൊണ്ട് പറയിച്ചിട്ട് നമുക്ക് തൊഴാൻ അവസരം കിട്ടും. ഞങ്ങൾക്ക് അങ്ങനെയാണ് ഒരവസരം കിട്ടിയത്. അവിടെ എല്ലാ സമുദായക്കാരുടെയും ഓരോരുത്തർ ഈ പറഞ്ഞ പോലെ അവരുടെ ഡയറക്ടർ ബോർഡ് മെമ്പേഴ്സായിട്ടുണ്ട്. അപ്പോൾ അവരെയൊക്കെ അറിയാവുന്നവർ, നമ്മുടെ നാട്ടിലൊക്കെ ഉള്ള ആരെങ്കിലുമൊക്കെ അവരുമായിട്ട് പിടിപാടുള്ളവരോട് ചോദിച്ചാൽ അവർ ചിലപ്പോൾ നമുക്കൊരു പാസ് വലിയ തിരക്കില്ലാത്ത സമയമാണെങ്കിൽ സംഘടിപ്പിച്ച് തരാൻ സാധ്യതയുണ്ട്. അപ്പോൾ ആ രീതിയിലും വേണമെങ്കിൽ ആ രീതിയിലാണ് ഞങ്ങൾ ഇത് സത്യമായിട്ട് പറയുകയാണ് കേട്ടോ. ഞങ്ങൾ ട്രെയിനിൽ കയറുന്നവരെ ഞാൻ ഇപ്പോഴും പറയുന്നു, ഞങ്ങളിതൊന്നും പ്രതീക്ഷിച്ചില്ല, ആരോടും ചോദിച്ചില്ല. പക്ഷേ അതൊക്കെ ഭഗവാനായിട്ട് നമുക്ക് തന്നു എന്ന് നമ്മൾ പറയാൻ പറ്റുള്ളൂ. അപ്പോൾ അത് നമ്മൾ നിഷേധിക്കേണ്ട കാര്യമില്ല. അതുകൊണ്ട് ഞങ്ങൾ എല്ലാ പ്രാവശ്യവും ഞങ്ങൾ ക്യൂ നിന്ന് തന്നെയാണ് തൊഴുന്നത്. ഇത് ആദ്യത്തെ സംഭവമാണ് ഇങ്ങനെ. അത് ഞാൻ ഇപ്പോഴും പറയുകയാണ്. ഞങ്ങൾ എന്നും ക്യൂ 2-3 മണിക്കൂറൊക്കെ ക്യൂ നിന്ന് തന്നെയാണ് ഞങ്ങൾ തൊഴുതിട്ടുള്ളത്. പക്ഷേ ഇത് ആദ്യമായിട്ടാണ്. അതുകൊണ്ട് നമ്മൾ ഭഗവാനായിട്ട് വരുമ്പോൾ നമ്മളത് വേണ്ടാന്ന് വെക്കേണ്ട കാര്യമില്ല. അതുകൊണ്ട് തന്നെയാണ് ഞങ്ങളത് ഉപയോഗപ്പെടുത്തിയത്. അപ്പോൾ ഇതൊക്കെ മനസ്സിൽ വെക്കുമ്പോൾ ശനിയും ഞായറും അവോയ്ഡ് ചെയ്തിട്ട് പോവുക. ഭയങ്കര തിരക്കായിരിക്കും. അതേപോലെ ഇപ്പോൾ ഏകാദശിയാണ്, ഭയങ്കര തിരക്കാണ്. അപ്പോൾ ഇങ്ങനെയുള്ള വിശേഷാവസരങ്ങൾ മാറ്റി വെച്ചിട്ട് നിങ്ങൾ പോവുകയാണെങ്കിൽ കുറച്ചൊരു തിരക്ക് കുറവ് കാണുമായിരിക്കും, അത്രേ പറയാൻ പറ്റുള്ളൂ. എന്നാലും ഒട്ടും തിരക്കില്ലെന്ന് പറയാൻ പറ്റില്ല, നല്ല തിരക്ക് തന്നെയാണ് എപ്പോഴും. പക്ഷേങ്കിൽ കുറച്ച് ക്യൂ, ഒരു 1 മണിക്കൂർ 2 മണിക്കൂറൊക്കെ ക്യൂ നിന്ന് തൊഴാൻ പാകത്തിന് നമുക്ക് തൊഴാൻ പറ്റും. പോയി തൊഴുക, സന്തോഷമായിരിക്കും.